പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ മോദി തരംഗം എന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി നമ്മോടൊപ്പം ചേരുകയാണ്. അവസാനവട്ട പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുളനട മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. അവസാനമായി ഇന്ന് 6 മണിക്ക് ഷട്ടർ ഇടുകയാണ് പ്രചാരണത്തിൻ്റെ. നാളെ നിശബ്ദ പ്രചാരണം. എന്തായാലും ഉറപ്പല്ലേ? ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇവിടെ 110% ഇവിടെ ജയിക്കും. കാര്യം ജനങ്ങൾ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. പത്തനംതിട്ടയിലെ ജനങ്ങൾ അവർ ഇന്ത്യയിലെ മറ്റ് ഓരോ സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലെ ഇന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വലിയൊരു കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു വിശ്വഗുരുവായി മാറുന്നു. 1-ാം നമ്പർ രാജ്യമായി മാറുന്നു. ആദ്യത്തെ 67 വർഷത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വികസനവും സശക്തീകരണവും കഴിഞ്ഞ 10 വർഷം നടന്നു. പക്ഷേ ഇവിടെ കേരളം മാത്രം മാറി മാറി LDFും UDFും ഭരിച്ച്, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയിൽ ഇവരുടെ ഒരു UDF കോട്ടയായിരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിൽ കൂടെ പോകുമ്പോൾ ടൗണുകളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല, വികസനങ്ങളില്ല, പറയപ്പെടുന്ന ഒരു വ്യവസായം പോലുമില്ല. അവസാനം എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? പത്തനംതിട്ട ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ഡലം ഉണ്ടായിട്ട് 3 തവണയായിട്ടുള്ളൂ. ഞാൻ വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്നു. കാര്യം ഇപ്രാവശ്യം പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ച പോലെ ഇന്ന് ആദ്യമായിട്ടാണ്, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു MPയെ തിരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലൊരു പ്രധാനമന്ത്രി 2 പ്രാവശ്യം പ്രധാനമന്ത്രി ഒരാൾ 3ാമത്തെ ടേമിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസിയും ഇല്ല. പ്രോ മോദി വേവാണ് ഇന്ത്യ മുഴുവൻ. അത് കേരളത്തിലും പ്രതിഫലിക്കും. പിന്നെ എനിക്കെതിരെ മത്സരിക്കുന്ന 2 പേർക്കെതിരെയും വലിയ ജനവികാരമാണ്. നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അനിൽ കെ ആന്റണി പ്രചരണം തുടരുകയാണ്. 6 മണി വരെ അദ്ദേഹം പ്രചരണത്തിലുണ്ടാകും. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീ ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.